കൊളീനയുടെ ഭൂതകാലം അത് ഓർക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് ഓർമ്മ വരിക 2002 ലോകകപ്പ് ഫൈനലും 99 ചാമ്പ്യൻസ് ലീഗ് ഫൈനലുമെല്ലാമാണ്. കൊളീന നെഞ്ചുറപ്പോടെ നിയന്ത്രിച്ച മത്സരങ്ങൾ. ഒരു കാലത്ത് ഏത് സൂപ്പർ സ്റ്റാർ ആണെങ്കിലും ഇടഞ്ഞാൽ, കളി നിയമങ്ങളിൽ ലംഘക വേഷം അണിഞ്ഞാൽ തീക്കട്ട പോലെ ഭീതിപ്പെടുത്തുന്ന നോട്ടവും ചൂണ്ടുവിരൽ ഒളിപ്പിച്ച കല്ലുപോലും പിളർക്കുന്ന ആജ്ഞാശക്തിയും ആവോളമുണ്ടായിരുന്ന നമ്മുടെ കളി ഓർമ്മകളിലെ രോമാഞ്ചമായ ഭൂതകാല കുളിരായി നിറഞ്ഞു നിൽക്കുന്ന റഫറിമാരുടെ ഗോഡ് ഫാദർ ആയിരുന്നു കൊളീന. ലോകത്തിലെ ഏറ്റവും തീക്ഷ്ണമായ നോട്ടങ്ങളുടെ തനി പകർപ്പെന്ന് നമുക്ക് തോന്നിയിരുന്ന റഫറിയായിരുന്നു അയാൾ. കഴിഞ്ഞ ഖത്തർ ലോകകപ്പിലെ ചില മത്സരങ്ങളിൽ മെസ്സി അടക്കമുള്ള സൂപ്പർ താരങ്ങൾ വരെ റഫറിമാർക്കെതിരെ തട്ടിക്കയറിയ സന്ദർഭങ്ങൾ ഉണ്ടായപ്പോൾ ഇതികർത്തവ്യ മൂഢരായി നിൽക്കേണ്ടി വന്നിരുന്ന റഫറിമാരെ കണ്ടപ്പോൾ തീർച്ചയായും ഒരു ശരാശരി ഫുട്ബോൾ പ്രേമിയുടെ മനസ്സിൽ അന്ന് ഓർമ്മ വന്നത് ഒരുപക്ഷെ ഈ മനുഷ്യനെ തന്നെയായിരുന്നു. ഇയാൾ ഉണ്ടായിരുന്നെങ്കിൽ പരുക്കൻ കളി കാഴ്ചവെക്കുന്ന താരത്തിനടുത്തു ചെന്ന് അതിപ്പോൾ ഏത് കൊമ്പനാണെങ്കിലും ഉറപ്പായും ഒരു ദാക്ഷിണ്യവുമില്ലാതെ ചുവപ്പോ മഞ്ഞയോ കാർഡെടുത്തങ്ങ് വീശിയേനെ. ഫുട്ബോളിലെ താരങ്ങളെപ്പോലെ തനിക്കും ആരാധകരെ ഉണ്ടാക്കിയ കർക്കശക്കാരനായിരുന്ന റഫറിയായിരുന്നു പിയർ ലൂച്ചി കൊളീന. ക്രിക്കറ്റിലെ ഡേവിഡ് ഷെപ്പേറിനെ പോലെ അല്ലെങ്കിൽ ബില്ലി ബേറിനെ പോലെ ആരാധകർ കൊണ്ടാടിയ റഫറി. ഇറ്റലിയിലെ ബൊളോഗ്ന പട്ടണത്തിൽ ജനിച്ച പിയർ ലൂച്ചി കൊളീന അവിടുത്തെ പ്രാദേശിക ലീഗുകൾ നിയന്ത്രിച്ചായിരുന്നു അദ്ദേഹത്തിൻ്റെ അരങ്ങേറ്റമുണ്ടായത്. ബൊളോണ സർവകലാശാലയിൽ നിന്നും 1984 സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദം നേടിയിട്ടുണ്ട് അദ്ദേഹം. കൗമാരപ്രായത്തിൽ ഒരു പ്രാദേശിക ഫുട്ബോൾ ടീമിൻ്റെ സെൻറ്റർ ബാക്കായി കളിച്ചിരുന്നു. എങ്കിലും 77 ഒരു റഫറി കോഴ്സ് പാസ്സായി അദ്ദേഹം പിന്നീട് ഇതിലായി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. 3 വർഷത്തിനുള്ളിൽ അദ്ദേഹം പ്രാദേശിക മത്സരങ്ങൾ നിയന്ത്രിച്ചു തുടങ്ങുന്നു. അതോടൊപ്പം നിർബന്ധിത സൈനിക സേവനവും പൂർത്തിയാക്കുന്നു. 1988 ഇറ്റലിയിലെ 3-ാം ഡിവിഷനായ സീരീസ് C1, സീരീസ് C2 എന്നീ ലീഗുകളിലെ മത്സരം നിയന്ത്രിച്ചുകൊണ്ട് കൊളീന അതിനുശേഷം 3 സീസണുകൾക്ക് ശേഷം സീരി ബി, സീരി എ മത്സരങ്ങൾ നിയന്ത്രിച്ചുകൊണ്ട് പതിയെ തൻ്റെ കരിയറും വളർത്തി തുടങ്ങുന്നു. ഏതാണ്ട് ഈ സമയത്ത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മുഖത്തെ രോമങ്ങളെല്ലാം ഇങ്ങനെ സ്ഥിരമായി കൊഴിഞ്ഞു പോകുന്ന അസുഖം വന്നതും അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ ഈ ഒരു ട്രേഡ് മാർക്കായ ഈ ഒരു രൂപത്തിലേക്ക് മാറുന്നതും.